ബി.ജെ.പി. തൃശൂർ ജില്ലാ അധ്യക്ഷൻ കെ അനീഷ് കുമാറിനെതിരെ സ്ഥിരം കുറ്റവാളി കേസ് ചുമത്തിയതിൽ പ്രതിഷേധം ഡി.ഐ.ജി. ഓഫീസിലേക്ക് ബി.ജെ.പി. മാർച്ച് നടത്തി. വിവരങ്ങളുമായി സൂരജ് സജിയാണ് ചേരുന്നത് തൃശൂരിൽ നിന്ന്. തൃശൂരിലെ ബി.ജെ.പി. ജില്ലാ അധ്യക്ഷൻ കെ അനീഷ് കുമാറിനെതിരെ സ്ഥിരം കുറ്റവാളി കേസ് ചുമത്തിയതിലുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സംഭവസ്ഥലത്ത് വലിയൊരു പറ്റം ബി.ജെ.പി. പ്രവർത്തകർ ഉണ്ട്. അവിടെ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ്. ജലപീരങ്കി ഉപയോഗിച്ചു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. ഡി.ഐ.ജി. ഓഫീസിലേക്കാണ് ബി.ജെ.പി. മാർച്ച് നടത്തിയത്. ഇപ്പോൾ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ബി.ജെ.പി. പ്രവർത്തകരുടെ ശ്രമമാണ്. ഇത്തരത്തിലുള്ള ശ്രമം മുൻപ് ജലപീരങ്കി ഉപയോഗിച്ച് തടയാൻ ശ്രമിച്ചിരുന്നു പോലീസ്. വിശദാംശങ്ങളുമായി ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയാണ്. സൂരജ്, വിവരങ്ങൾ. ബി.ജെ.പി. ജില്ലാ അധ്യക്ഷനെതിരെ ഈ സ്ഥിരം കുറ്റവാളി എന്ന തരത്തിൽ വകുപ്പ് ചുമത്തിക്കൊണ്ട് കേസെടുത്ത നടപടിക്കെതിരെയാണ് ഈ ശക്തമായ പ്രതിഷേധം. അത് തൃശ്ശൂരിൽ അരങ്ങേറുന്നത്. നൂറുകണക്കിന് ബി.ജെ.പി. പ്രവർത്തകർ പങ്കെടുത്തുകൊണ്ട് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ നിന്ന് ആരംഭിച്ച ഡി.ഐ.ജി. ഓഫീസ് മാർച്ചാണ്. ഡി.ഐ.ജി. ഓഫീസിന് 100 മീറ്റർ അകലെ ബാരിക്കേഡ് ഉയർത്തിക്കൊണ്ട് വൻ പോലീസ് സന്നാഹം പ്രവർത്തകരെ തടഞ്ഞു. പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും പിന്തിരിയാൻ തയ്യാറായിട്ടില്ല. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി ഉൾപ്പെടെ പ്രയോഗിച്ചെങ്കിൽ പോലും സമരക്കാർ ഇതുവരെയും പിന്തിരിയാതെ പോലീസിന് നേരെ തന്നെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ബാരിക്കേഡ് മറിച്ച് മുന്നേറാനുള്ള ഒരു ശ്രമമാണ് ബി.ജെ.പി. പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസ് കോടതിയിലെത്തിയ സമയത്ത് പോലും ഇതിൽ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു നിലപാടായിരുന്നു ബി.ജെ.പി. എടുത്തത്. പകരം രാഷ്ട്രീയമായി ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു ബി.ജെ.പിയുടെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ അധ്യക്ഷനെതിരെ കേസെടുത്തത്. ശക്തമായ രാഷ്ട്രീയ ആയുധം ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഈ ഡി.ഐ.ജി. ഓഫീസിലേക്ക് ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധം അറിയിക്കാൻ ഈ ബി.ജെ.പി. പ്രവർത്തകർ സന്നദ്ധരായിരിക്കുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് 1000-ലധികം പ്രവർത്തകരാണ്, 1000-നടുത്ത് പ്രവർത്തകർ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. നിരവധി പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ അടക്കമുള്ളവരെ അണിനിരത്തിക്കൊണ്ടുള്ള ശക്തമായ പ്രതിഷേധമാണ് ഈ ഡി.ഐ.ജി. ഓഫീസിന് മുന്നിലേക്ക് എത്തിയത്. പക്ഷേ പോലീസ് നേരത്തെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിന്റെ എല്ലാം ഭാഗമായിക്കൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹം ഈ ഡി.ഐ.ജി. ഓഫീസിന് മുന്നിൽ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2 ഇടങ്ങളിലായി ബാരിക്കേഡ് തീർത്താണ് ഈ പ്രതിഷേധ മാർച്ച് തടഞ്ഞത്. പക്ഷേ ഒരു തവണ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും പിന്തിരിഞ്ഞു മാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രവർത്തകരും പോലീസും മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യം. ഒരു 15 മിനിറ്റ് നേരത്തിലധികമായി പോലീസും പ്രവർത്തകരും മുഖാമുഖം നിൽക്കുന്നു. ബാരിക്കേഡ് മറിച്ച് മുന്നേറാനുള്ള ഒരു ശ്രമം അത് ബി.ജെ.പി. പ്രവർത്തകർ നടത്തുന്നുമുണ്ട്. പക്ഷേ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ ജലപീരങ്കി പ്രയോഗിച്ചതോടുകൂടി ഈ പ്രവർത്തകർ പിന്തിരിയും എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പോലീസ് കരുതിയത്. പക്ഷേ പ്രവർത്തകർ വീണ്ടും സംഘടിച്ചെത്തി ഈ ബാരിക്കേഡ് തകർക്കാനുള്ള ഒരു നീക്കം നടത്തുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ബി.ജെ.പി. പ്രഖ്യാപിച്ചതാണ് ഈ കേസിൽ ജില്ലാധ്യക്ഷനായിട്ടുള്ള കെ അനീഷ് കുമാർ ജാമ്യം എടുക്കേണ്ട എന്നൊരു നിലപാട് ബി.ജെ.പിയുടെ ജില്ലാ നേതൃയോഗത്തിൽ അടക്കം തീരുമാനിച്ചിരുന്നു. പകരം ഇത് കള്ളക്കേസാണ്, കൃത്യമായും രാഷ്ട്രീയ വേട്ടയാടലാണ് എന്നുള്ളത് പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുക, അതൊരു രാഷ്ട്രീയ വിഷയമായി അവതരിപ്പിക്കുക എന്നൊരു നിലപാടായിരുന്നു ബി.ജെ.പി. ഈ വിഷയത്തിൽ സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ 100 കണക്കിന് പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഡി.ഐ.ജി. ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അതെന്തായാലും ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നത് എം.ഡി. രമേശാണ്. എന്തായാലും താൽക്കാലികമായി ഈ മാർച്ച് ചെറിയൊരു താക്കീതാണിത്. ഞങ്ങളുടെ പ്രസിഡന്റ് നേരെ വന്നിട്ടില്ലെങ്കിൽ ഇതിനും വെള്ളിത്തീക്കളി ഞങ്ങൾ തൃശ്ശൂർ കാട്ടും. അതിലൊരു വിട്ടുവീഴ്ചയില്ല. രാഷ്ട്രീയ വേട്ടയാണോ? രാഷ്ട്രീയ വേട്ട തന്നെയാണ്. SFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി അസം മുബാറക്കിന് നിരവധി കേസുകളുണ്ട്. അയാൾക്ക് കാപ്പ ചുമത്താനോ അയാൾക്ക് വേണ്ടി ഡി.ഐ.ജി. ഓഫീസ് കെട്ടിക്കിടക്കുന്ന ഫയലുകൾ, അതിന്റെ നടപടിയില്ല. ഇതൊരു രാഷ്ട്രീയ പകപോക്കലാണ്. ഇതിന്റെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി നേരിടും. ഇത്തരത്തിൽ തന്നെയാണ്. അതായത് SFI കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഹസൻ മുബാറക്കിനെതിരെയൊക്കെ നിരവധി കേസുകളുണ്ട്. പക്ഷേ ഇവർക്ക് ആർക്കുമെതിരെ ഇത്തരത്തിൽ സ്ഥിരം കുറ്റവാളി എന്നോ ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല. കാപ്പ ചുമത്തേണ്ട കേസുകൾ പോലുമുണ്ട്. പക്ഷേ അതിലൊന്നും ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ കെ അനീഷ് കുമാറിനെ സ്ഥിരം കുറ്റവാളി എന്ന് ചുമത്തിയത് അപൂർവങ്ങളിൽ അപൂർവമായാണ്. പൊതുവെ പൊതുപ്രവർത്തകർക്കെതിരെ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാറില്ല. അത് തന്നെയാണ് ശക്തമായ പ്രതിഷേധം ബി.ജെ.പി. പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉയരാൻ ഇടയാക്കിയത്. എന്തായാലും മുതിർന്ന പ്രവർത്തകർ ഇടപെട്ടുകൊണ്ട് ഈ പ്രവർത്തകരെ ശാന്തമാക്കി സമരം അതിന്റെ ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ്. ക്രിസ്റ്റിന. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ ബി.ജെ.പി. ജില്ലാ അധ്യക്ഷൻ കെ അനീഷ് കുമാറിനെതിരെ സ്ഥിരം കുറ്റവാളി കേസ് ചുമത്തിയതിലുള്ള പ്രതിഷേധമാണ് തുടരുന്നത്. സൂരജ്, ഇതൊരു പ്രതിഷേധം എന്നതിലുപരി തൃശ്ശൂർ ജില്ലയിൽ ബി.ജെ.പിയുടെ ഒരു ശക്തി പ്രകടനം എന്ന രീതിയിലാണല്ലോ അത് പുരോഗമിക്കുന്നത്.
തീർച്ചയായും ക്രിസ്റ്റീന, അത് തന്നെയാണ്. അതായത് BJP സംബന്ധിച്ച് ഒരു വലിയ വിജയം, സന്തോഷകരമായ വിജയം അത് ജില്ലയിൽ നേടി നിൽക്കുമ്പോഴാണ് ജില്ലാ അധ്യക്ഷനെതിരെ ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്ന പോലീസിന്റെ ഭാഗത്തുനിന്ന്. അത് പല പാർട്ടികളിൽപ്പെട്ട ആളുകൾക്കെതിരെ ഇതിലേറെയും വലിയ കേസുകളുണ്ട്. പക്ഷേ അവർക്കെതിരെ ക്യാപ്പ് ചുമത്താവുന്ന കുറ്റം പോലുമുണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ട് പോലും അവർക്കെതിരെ നടപടിയില്ല. മറിച്ച് BJP ജില്ലാ പ്രസിഡന്റിന് തന്നെ ഇത്തരത്തിൽ ഈ സ്ഥിരം കുറ്റവാളി എന്ന തരത്തിൽ വകുപ്പ് ചുമത്തിക്കൊണ്ട് കേസെടുക്കുന്നു, അതിൽ റിപ്പോർട്ട് നൽകുന്നു. പ്രധാനമായും ഇത്തരത്തിലൊരു വകുപ്പ് ചുമത്തുന്ന സമയത്ത് എതിർകക്ഷിയായിട്ടുള്ള പ്രതി ആർക്കെതിരെയാണ് ചുമത്തുന്നത് അവരോട് നോട്ടീസ് വിവരങ്ങൾ നൽകുകയായിരുന്നു സൂരജ് സജി.